ഭർത്താക്കന്മാരും അടുക്കളയിൽ ജോലി ചെയ്യണം, പാത്രം കഴുകണം, തുണി അലക്കണം. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ് അതുപോലെ ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ നിരീക്ഷണമാണിത്. സുപ്രീം കോടതിയിലെ ഒരു ഡൈവേഴ്സ് കേസ് അവർ പരിഗണനയിലെടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെത്തിയ ഭർത്താവ് ഭാര്യയ്ക്കെതിരായി ആ ഡൈവോഴ്സ് കേസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ വന്നിരിക്കുന്നത്. ഇത് സർക്കാർ ജീവനക്കാരനും അധ്യാപകനും അയാളുടെ ഭാര്യ കോളേജ് ലെക്ചററാണ്, അല്പം ശമ്പളം കൂടുതൽ കിട്ടുന്ന ലേഡിയാണ്. 2017 ഇവർ വിവാഹം കഴിച്ചു. ഇപ്പോൾ അവരുടെ ഒരു മകൻ 8 വയസ്സുണ്ട്. അതിനകത്ത് വിവാഹത്തിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ഭാര്യയുടെ മോശമായ വർത്തമാനം കേട്ട് ഭർത്താവ് ആകെ വിഷമിച്ചു. ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും അവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു. അതേസമയത്ത് കുട്ടിയുണ്ടായപ്പോൾ ഭാര്യയെ വീട്ടുകാരും ഇയാളെ കൊച്ചിൻ്റെ നൂലുകെട്ടിന് വിളിച്ചില്ല. പ്രസവത്തിനായി വീട്ടിൽ പോയി സമയത്ത് ഇയാളെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പെരുമാറ്റവും സംസാരവും. പണവും സ്വർണവും ഒക്കെ കൂടുതൽ ആവശ്യപ്പെട്ടുവെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. തൻ്റെ ശമ്പളം, ഭർത്താവിൻ്റെ ശമ്പളം അത് വീട്ടു ചെലവിനെടുക്കുമ്പം ഭാര്യയുടെ ശമ്പളം വീട്ടു ചെലവിനെടുക്കുന്നില്ല, അവളത് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ 100 ആരോപണം വന്നും മടുത്ത് ഭർത്താവ് 8 വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിലും ഫാമിലി കോടതിയിൽ ഡൈവേഴ്സ് കേസിന് കൊടുത്തു. ഡൈവേഴ്സ് കേസിൽ അവസാനം ഭർത്താവിന് വിജയം കിട്ടി. ഭർത്താവ് വിവാഹമോചനത്തിന് കോടതി അനുമതി കൊടുത്തു. ഇതിനെതിരായിട്ട് ഭാര്യ കോളേജ് ലെക്ചറർ അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ അവർക്ക് വിവാഹമോചനം ലോവർ കോടതിയിൽ കൊടുത്തത് റദ്ദ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഭർത്താവ് പോയി. സുപ്രീം കോടതിയിൽ ആ വിവാഹമോചനം വേണം എന്ന് ആവശ്യപ്പെട്ട് ലോവർ കോടതിയിൽ, ഫാമിലി കോടതിയിൽ അത് അനുവദിച്ചതാണ്. ഹൈക്കോടതി അത് നിഷേധിച്ചു, അത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തനിക്ക് വിവാഹമോചനം വേണമെന്ന് സുപ്രീം കോടതി ചെന്നപ്പോഴാണ് ജസ്റ്റിസ് വിക്രംനാഥിൻ്റെയും ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ ബെഞ്ചിൽ അദ്ദേഹം ഹാജരായി. ആ കേസ് പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഈ രീതിയിലുള്ള ചില കമൻറ്റുകൾ, നിരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ സാറേ എന്നാണ് ചോദിച്ചത്. ഭർത്താവിനോട് സുപ്രീം കോടതിയാണ് ചോദിച്ചത്. ഭർത്താവ് അടുക്കളയിൽ ഇനി പാകം ചെയ്തേ പറ്റുള്ളൂ, തുണിയും മറ്റും അലക്കിയേ പറ്റുള്ളൂ. സർക്കാർ അധ്യാപകനായാലും ശരി, അവർ കോളേജിലെ ലെക്ചറായാലും ശരി, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിച്ച് വേണം ജീവിക്കാൻ. വീട്ടുജോലിക്കാരി അല്ല ഭാര്യ എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു. ജീവിത പങ്കാളിയാണെന്നുള്ള കാര്യം മറന്നുപോരുത്. ഭാര്യ ഭർത്താക്കന്മാരെ ഇന്ത്യയിലുള്ളവരെല്ലാവരും ഭാര്യയ്ക്ക് ചില കടമകൾ ഭർത്താവിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് കരുതരുത്. രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തോടുകൂടി ജീവിക്കണം. അവരുടെ മക്കളുടെ കാര്യത്തിലായാലും സ്വത്തിൻ്റെ കാര്യത്തിലും ജീവിത രീതി കാര്യമാണെങ്കിലും രണ്ടുപേരും തുല്യ അഭിപ്രായക്കാരാണ്. ഒരാൾ വേറൊരാൾക്ക് കീഴ്പ്പെട്ടല്ല ജീവിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ആ നിരീക്ഷണം നടത്തിയത്. ഏതായാലും തുണി അലക്കാനും മറ്റും നമുക്ക് ഭാര്യയോ അല്ലെങ്കിൽ ആളെ കൂലിക്ക് നിർത്തുന്ന പോലെ ആ ഭാര്യയെ കരുതരുത് എന്നുകൂടെ സുപ്രീം കോടതി പറഞ്ഞു. ഏതായാലും ഈ അടുത്ത പോസ്റ്റിങ്ങിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും സുപ്രീം കോടതിയിൽ ഹാജരാകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി ഇന്ത്യയിലെ ചില നിരീക്ഷണങ്ങളും ചില ജഡ്ജ്മെൻറ്റുകളും ഈ കേസിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോടതിയുടെ നിരീക്ഷണം ഇപ്പോൾ അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യയിൽ ഭാര്യയും ഭർത്താവിനും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഈക്വൽ സ്റ്റാറ്റസും ഈക്വലായിട്ട് വേണം കരുതാൻ. അങ്ങനെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഫാമിലിയിലും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിരീക്ഷണം അല്ലെ കൃത്യമായ ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും ഇതുവരെ ഇന്ത്യയിൽ വന്നില്ല. പല സന്ദർഭത്തിൽ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് ടിപ്പിക്കലായി ഈ കേസിനകത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സാധാരണ ഇന്ത്യൻ കുടുംബം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. മാതാപിതാക്കളെ നോക്കുന്നില്ല, കൂടുതൽ പണം സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് ആക്ഷേപമുണ്ട്. അതോടൊപ്പം തന്നെ നൂലുകെട്ട് സമയത്തൊക്കെ ഒത്തിരി ചടങ്ങുകൾ ഇന്ത്യയിലുണ്ട്. ആ സമയത്ത് അവരെ വിളിച്ചത് ശരിയായില്ല, ഭാര്യ വീട്ടുകാർ ഭർത്താവിനെ വിളിച്ചില്ല എന്ന് പറയുന്നു. അതേ സമയത്ത് ഭർത്താവ് പറയണത് അവൾക്ക് ഈ കുട്ടിയെ പ്രസവത്തിനായിട്ട് പോയ ശേഷം തന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, തന്നെ ഒരു വിവരങ്ങൾ അറിയിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപം ഭർത്താവിൻ്റെ ഭാഗത്തും വരുന്നു. ഇതൊക്കെ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ സർവ്വസാധാരണമാണ്. അതിനുള്ളിൽ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരുടെയും കടമ. മാതാപിതാക്കൾക്ക് അങ്ങനെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യൻ പൈതൃകം അനുസരിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെയാണ്. രണ്ടുപേരെയും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അവർ. പക്ഷേ ഇവിടെ
ആ ഭാര്യ ഭർത്താക്കന്മാർ അവർ ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ മോശമായി പെരുമാറുകയും അവഹേളിക്കുകയും ചെയ്യുന്നു എന്നുള്ള അവിടെ ഒരു പരാതി ഭർത്താവിനുണ്ട്. എന്തായാലും ഈ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതല്ല ജീവിത പങ്കാളിയാണ് ഒരാളുടെ മറ്റൊരാളും. അതുകൊണ്ട് ആ രീതിയിലുള്ള പരസ്പര റെസ്പെക്റ്റോടുകൂടി പരസ്പരം ബഹുമാനത്തോടുകൂടി വേണം രണ്ടുപേരും മുന്നോട്ട് പോകാൻ. ഒരാളെ താഴ്ന്നതായിട്ടോ ഉയർന്നതായിട്ടോ ഒന്നും കണക്കാക്കാൻ പാടില്ല. കാരണം വീട്ടിലെ എല്ലാ ജോലികളും അലക്കായാലും തുണി കഴുകലായാലും ശരി, വീട് തൂപ്പായാലും ശരി, പരിസരം വൃത്തിയാക്കുന്ന കാര്യമായാലും ശരി, വീട്ടിലെ പശു ആട് എരുമ ഇതൊക്കെയുള്ള വീടുകളാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ. അവിടെയൊക്കെ ഉള്ളവർ തുല്യരായിട്ട് ഭാര്യയും ഭർത്താവും മക്കളും തുല്യരായി ആ എല്ലാ ജോലികളും ചെയ്യണം എന്നാണ് ഇതിൻ്റെ ധ്വനി.